രാവിലെ ഒരു ദിവസം തുടങ്ങുക. 6:30 ഞാൻ മിൽമായിൽ പാല് മേടിക്കാനായിട്ട് പോയി പാല് മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് വേണം ബാക്കി ജോലിയെല്ലാം ചെയ്യുന്നത്. നിങ്ങളെ ഒന്ന് കാണിക്കാം എങ്ങനെ എൻ്റെ ഒരു ദിവസം മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഓക്കെ. അപ്പം പാലെല്ലാം മിൽമായി ചെന്ന് അവിടുന്ന് മിൽമായിലെ പാൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി ആ പാല് ഞാനൊന്ന് അരിക്കും. ഇത് 1.5 കിലോ പാലുണ്ട്. നമ്മളത് 2 പാത്രത്തിലായിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ തിളച്ചു പൊങ്ങിപ്പോവും. അപ്പം നോക്കുക, ഒരു പാത്രം കഴുകി ഒരു തുള്ളി വെള്ളം ഒഴിക്കുക. അപ്പം ഞാൻ ആ പാത്രം കഴുകി ഒരു ശകലം വെള്ളം. മിൽമായിലെ പാൽ ഒരുവിധം നല്ല പാലാണ്. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് നമ്മുടെ പാലെടുത്ത് അടുപ്പയിലോട്ട് വെക്കാം. അപ്പം ആ പാൽ അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് പറ്റണം. പിന്നെ 2 സ്റ്റൗവും കത്തിച്ചിട്ടുണ്ട്. പാല് 2 ഒന്ന് തിളയ്ക്കാൻ വേണ്ടി. നമുക്കിനി ഒരു തവി എടുത്തിരുന്നൊന്ന് ഇളക്കാം. ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചായ അനത്താൻ തുടങ്ങണം. അപ്പം നമുക്ക് ചായ അനത്താൻ തുടങ്ങാം. ഞാൻ 1 ഗ്ലാസ് പാൽ ഒഴിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ചായ അനത്താൻ തുടങ്ങും. അപ്പം അതിനകത്ത് തന്നെ ഞാൻ പഞ്ചസാര അധികം ഉപയോഗിക്കത്തില്ല, എങ്കിലും ഇത്രയും പഞ്ചസാര ചായക്ക് മധുരം കുറച്ച് മതി, മധുരം അധികം ഉപയോഗിക്കും. പിന്നെ നമുക്ക് തേയിലയും കൂടെ അങ്ങനെ ഇടാം. അപ്പം നല്ലോണം തിളച്ച് അങ്ങനെ ഒരു ഗ്ലാസ് ചായ രാവിലെ എനിക്ക് നന്നായി കുടിക്കണം. അപ്പോൾ 1 ഗ്ലാസ് ചായ നമുക്ക് ആ ചായ ഒന്ന് കുടിച്ചാലോ. അപ്പം നമുക്ക് ഈ ജനലുമൊക്കെ ഒന്ന് തുറന്നിട്ട് രാവിലെ അല്ലേ, ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് വിശാലമായ ഈ സ്ഥലമൊക്കെ നോക്കിയിരുന്ന് നമുക്ക് അന്നേരം ഞാൻ ആ ജനൽ 2 തുറന്നിട്ടിട്ട് നമുക്ക് ചായ ഒന്ന് കുടിച്ചാലോ. പ്രകൃതി രമണീയമായ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ആ ചായയൊക്കെ ഒന്ന് കുടിക്കാം. പിന്നെ ഞാൻ ചായ 1 ഗ്ലാസ് എടുത്ത് വെച്ച് അത് നമുക്കൊന്ന് കുടിച്ചിട്ട് ബാക്കി പണിയൊക്കെ തുടങ്ങാം. ഞാൻ 1 ഗ്ലാസ് ചായ എടുത്തോണ്ട് വന്നു, പക്ഷെ അത് ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ച് കുടിക്കാം. ഇന്ന് സൺഡേയാ, എല്ലാവരും ബാക്കി ഉള്ളവരൊക്കെ താമസിച്ച് എണീക്കത്തുള്ളൂ. ഞാൻ മാത്രം നേരത്തെ എണീച്ചു. ഇനിയും ബാക്കി പണിയെല്ലാം തുടങ്ങണം. അപ്പോൾ അതിനു മുമ്പ് 1 ഗ്ലാസ് ചായ കുടിക്കാമല്ലോ.
ഇത്രയിടം തുണി ഇടാനുള്ള സൗകര്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിലമ്പൂർ ഞങ്ങളിങ്ങനെ കോട്ടേഴ്സിലാണ് ഇങ്ങനെ പുറകുവശത്തിട്ട്, അത് അവരുടെ അപ്പുറത്തുകാരുടെ സാധനമൊക്കെ, ഇതിപ്പം നമ്മുടേത്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുണ്ട് പുറങ്ങോട്ട്. അപ്പം നമുക്കൊരു ബാത്റൂമുണ്ട് വെളിയിൽ. ഞാനത് ഇതാ കുളിക്കുമെന്നായിരിക്കും അടിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഈ ബാത്റൂം. അപ്പം ഞാൻ നിങ്ങളെ ഇനി നമുക്ക് തുണി നനയ്ക്കാൻ ഞാൻ തുണിയെല്ലാം കൂടെ വാരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സോപ്പ് എടുക്കണം, തുണിയൊന്നും നനയ്ക്കും. വീടിൻ്റെ നേരെ പുറകിലുള്ള കോട്ടേഴ്സിൻ്റെ പുറകു വശം. അപ്പോൾ എല്ലാവർക്കും ഓരോ ബാത്റൂമേ ഒക്കെയുണ്ട്. വെളിയിലും ഒരു ബാത്റൂമുണ്ട്. പിന്നെ ഇത് നമുക്ക് തുണി വിരിച്ചിടാൻ ഷീറ്റായിട്ടേക്കുന്നത് നെടുനീളം. പിന്നെ അപ്പുറത്തെ വീട്ടുകാർക്കുള്ളത് അവിടെ അവർക്ക് പൊത്താനൊക്കെ വെക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല സൗകര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നിലമ്പൂരാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ തുണിയൊക്കെ ഞങ്ങൾ നനച്ചിട്ടേക്കുന്നു, അവരുടെ വശത്ത് അവരുടെ തുണിയൊക്കെ. നല്ല സൗകര്യങ്ങളുണ്ട്. ഇനി ഞാൻ കുളിച്ച് വന്നു, നമ്മുടെ നിലവിളക്കൊന്ന് കത്തിക്കാം. കർക്കിടക മാസമല്ലേ, അപ്പം നമുക്ക് വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് രാവിലെ. ഞാനാണെങ്കിൽ 3 തിരിയായിരുന്നു. ഒരു തിരി അങ്ങോട്ട് ഇടും, 2 തിരി ഇങ്ങോട്ട് ഇടും. അങ്ങനെ വിളക്കെല്ലാം ഒന്ന് കത്തിച്ച് റെഡിയാക്കി. നമ്മൾ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ആഹാരമൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ ഇച്ചിരി അവിയൽ വെച്ചത്, അത് ഞാനെല്ലാം കൂടെ പാത്രത്തിലാക്കി വെച്ചു. അപ്പം അവിയൽ ചോറിനകത്തോട്ടിടാം. അവിയൽ, പിന്നെ ചമ്മന്തി, പിന്നെ മുട്ട കറി വെച്ചതുണ്ട്. മുട്ട കറി വെച്ചത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ. അപ്പം ഇന്നൊരു ദിവസത്തെ